ഹാഫ് ഇൻ ഇയറിലൊരു ഗെയിമിംഗ് TWS കുറേ കൂടുതൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഞാൻ അപ്പോഴൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല ബ്രോ എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇൻ ഇയറിലൊരു ഗെയിമിംഗ് TWS ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന നമ്മുടെ ട്രൂക്കിൻ്റെ BTG ആൽഫ വരുന്നത് വരെ 899 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ഫ്ലിപ്കാർട്ടിൽ ഫസ്റ്റ് സെയിലിനെത്തിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ BTG ആൽഫ. ഒരു ഹാഫ് ഇൻ ഇയർ ഗെയിമിംഗ് TWS ആണ്. അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത. കൂടാതെ 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഇപ്പോഴും വാങ്ങിക്കാം. സ്പെഷ്യൽ ലോഞ്ച് ഓഫർ കഴിഞ്ഞിട്ടും ഇപ്പോൾ 899 അങ്ങനെ നിൽക്കുവാണ്. ചിലപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇത് തന്നെയായിരിക്കാം ഇതിൻ്റെ വില. എന്തായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങളൊരു ഹാഫ് ഇൻ ഇയർ ഗെയിമിംഗ് TWS നോക്കുന്നെങ്കിൽ BTG ആൽഫ നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. എന്തായാലും ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ആ ഒരു കോമ്പാക്ട് സൈസാണ് ബോക്സ് ആണെങ്കിൽ പോലും. കാരണം ഇവരുടെ BTG 3 ആണെങ്കിലും അതല്ല നമ്മുടെ എയർബഡ്സ് ലൈറ്റ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ബോക്സ് വെച്ച് നോക്കിക്കുക. എല്ലാം BTG 3 എയർബഡ്സ് ലൈറ്റും ഒക്കെ സെയിം ബോക്സ് സൈസാണ്. ഇത് തന്നെയാണ് പൊതുവെ മറ്റുള്ള എല്ലാത്തിലും തന്നെ. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ കണ്ടോ ആ ഒരു ആൽഫ എന്ന് പറയുന്നത് കുറച്ച് കോമ്പാക്റ്റ് ആയിട്ട് കൂട്ടിയിട്ടാണ്. അതായത് നമ്മുടെ റെഡ്മിയുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെയായിരിക്കും. ഏറ്റവും മുന്നിലായിട്ട് ട്രൂക്കിൻ്റെ ലോഗോ ഉണ്ട്. കൂടാതെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോയും BTG ആൽഫ എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ ഒരു മോഡൽ ചെവിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ 6/2022 മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2499 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 899 രൂപയ്ക്കാണ് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് നമുക്ക് വൈറ്റ് കളറിലും അവൈലബിൾ ആണ്. ഏതിലാണെങ്കിലും നമുക്ക് 899 രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിക്കാൻ സാധിക്കുന്നത്. ഇനി ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതിന് മുമ്പേ നമുക്ക് ഒരു ടൈപ്പ് സി മിനി കേബിളും അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡും അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും ഉണ്ട്. വാറണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ സാധനം വാങ്ങിച്ച് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ വാറണ്ടി രജിസ്റ്റർ ഇല്ലെങ്കിൽ വാറണ്ടി പിന്നെ കിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ട്രൂക്കിൻ്റെ വാറണ്ടി എന്നൊക്കെ പറയുന്നത് ഞാൻ BTG 3 ഓൾറെഡി ഒരു വാറണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ട്രൂക്കിൻ്റെ സർവീസും വാറണ്ടിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇനി എന്തായാലും പ്രോഡക്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഇതേ കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനും അതുപോലെ തന്നെ കോമ്പാക്ട് സൈസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ട്രാൻസ്പെറൻറ്റ് കേസ് ഡിസൈൻ വിത്ത് 7 RGB LEDs ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആക്ച്വലി കേസ് ഈ മുകളിൽ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആണ്. ഉള്ളിലാണ് ആക്ച്വലി ഈ ഒരു RGB LEDസും അതുപോലെ തന്നെ കേസ് നോർമൽ കേസും ഒക്കെ വന്നിരിക്കുന്നത്. അതായത് എക്സ്ട്രാ ഒരു ലെയർ ഇവിടെ ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന ഫീലാണ് നമുക്കിവിടെ ഇത് ആക്ച്വലി കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ട്രൂക്കിൻ്റെ ലോഗോയും കൂടാതെ കണ്ട ഈ ഒരു ഫ്ലാഷ് കണക്ക് വന്നിരിക്കുന്ന എല്ലാം തന്നെ ആ ഒരു ലൈറ്റ് ആണ്. കൂടാതെ ഞാൻ ആക്ച്വലി ഫോട്ടോയിൽ കണ്ടപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ബട്ടൺ എന്നാണ് വിചാരിച്ചത്. അതായത് നമ്മളിങ്ങനെ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് കേസ് അങ്ങോട്ട് ഓപ്പൺ ആവുന്നത്. പക്ഷേ അതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമാണ്. ഏറ്റവും അടിയിലായിട്ട് ഒരു ടൈപ്പ് സി പോർട്ടും കൂടാതെ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. രണ്ട് സൈഡിലായിട്ട് എന്തോ ഒരു ഹോളിനൊക്കെ കൊണ്ട്, പക്ഷേ അതൊന്നും ബട്ടണോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒന്നുമല്ല. എന്തായാലും ഓവറോൾ ഈ ഒരു ഫിസിക്കലി നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രസമുണ്ട് കേസ് കാണാനായിട്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും പറഞ്ഞപ്പോൾ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 300 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 48 hours കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 1.5 മണിക്കൂറാണ് 100% ചാർജ് ആകാനായിട്ട്. ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 5V1, അതായത് 5 wattsന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ടൈപ്പ് സി ആണെങ്കിൽ പോലും. സോ നമ്മൾ 10 wattsന്റെ അഡാപ്റ്റർ അല്ലെങ്കിൽ 12 wattsന്റെ അഡാപ്റ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വാറണ്ടി ക്ലെയിം ചെയ്ത് തരാൻ ചാൻസ് വളരെ കുറവാണ്. 180 hours നമുക്കിന്ന് സ്റ്റാൻഡ് ബൈ കിട്ടും. കൂടാതെ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു 5 minutes ചാർജ് കഴിഞ്ഞാൽ 100 മിനിറ്റും നമുക്ക് പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ കണ്ടോ കളർ ഇവിടെ റെഡ് ആയിട്ടുണ്ട്. കണ്ടോ ഓറഞ്ച്, പച്ച, ഇനി അങ്ങോട്ട് നീലയാകുമായിരിക്കും. എന്തായാലും കണ്ടോ പല പല കളേഴ്സ് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നീലയായിട്ടുണ്ട്. പല പല കളേഴ്സ് കണ്ട ഇങ്ങനെ മിന്നി മാറുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 7 RGB കളേഴ്സ് ആണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ ലിഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ 899 രൂപ എന്നുള്ളൊരു സംഭവം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്വാളിറ്റി ഓക്കെ ആണ്. ഇനി ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ ഈ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഓപ്പൺ ടു പെയർ ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പെയർ ചെയ്യുന്ന ഡിവൈസിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. എന്തായാലും ഒരു കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. പൊതുവേ നമ്മൾ ഈ ഒരു ഗെയിമിംഗ് TWS നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ നല്ല രസമുണ്ടല്ലേ ഡിസൈൻ കാണാനായിട്ട്. പൊതുവേ ഉള്ള ഒരു ടിപ്പിക്കൽ ഹാഫ് ഇൻ ഇയർ ഡിസൈൻ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു ഡിസൈൻ കാണുന്നത്. നിങ്ങൾ ആക്ച്വലി ഫയർ ബോൾട്ടിന്റെ 301 കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ വലിയ ഒരു സംഭവമായിട്ട് തോന്നില്ല. കാരണം സെയിം ഡിസൈനാണ് അവിടെ നമ്മുടെ ആ ഒരു 301 കാണാൻ സാധിക്കുന്നത്. ചെവിയിലെ ആക്ച്വലി ഈ ഒരു ഡിസൈൻ കൊണ്ട് ചെവിയിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ട് അങ്ങ് കയറിയിരിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എൻഹാൻസ്ഡ് ആയിട്ട് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്.
കൂടാതെ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സും കൂടെ വരുന്നുണ്ട്. നല്ല എൻഹാൻസ്ഡ് ആയിട്ട് നമുക്ക് പാട്ടുകൾ കേൾക്കാൻ പറ്റും. 40 mAh ബാറ്ററി കപ്പാസിറ്റി ഇതാണ് ഓരോ ഇയർബഡുകളും നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ 10 hours നമുക്ക് സിംഗിൾ ചാർജിലും ആ ഒരു പ്ലേ ടൈം കിട്ടുന്നതാണ്. കൂടാതെ 1.5 മണിക്കൂർ വേണം ഈ ഒരു 40 mAh 100% ചാർജ് ആകാനായിട്ട്. ഇനി ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര സെൻസിറ്റീവ് അല്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. കൂടാതെ ഇത് സൈഡിലായതുകൊണ്ട് ചിലപ്പോൾ ആദ്യം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. എന്നാൽ പോലും യൂസ്ഡ് ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് യൂസ്ഡ് ആയി വരുന്നതാണ്. ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സിംഗിൾ ടാപ്പ് ഇതിൽ ഏതിൽ ചെയ്താലും ഒന്നും വർക്ക് ആവത്തില്ല. അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം നമ്മളൊരു കോൾ വിളിക്കുന്ന സമയത്ത് എങ്ങാനും നമ്മുടെ കൈ ഒന്നും തട്ടി കഴിഞ്ഞാൽ കോൾ കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് സിംഗിൾ ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്തും എങ്ങാനും തട്ടി കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് പോസ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് ആ ഒരു മ്യൂസിക് പോസ് ആവുന്നത്. അതുപോലെ തന്നെ വീണ്ടും പ്ലേ ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ മതി, അത് ലെഫ്റ്റിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും. കൂടാതെ വലതുവശത്ത് ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് 40 ms ലോ ലേറ്റൻസി മോഡ് ആണ് ആവുന്നത്. ഇടതിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നു. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലതുവശത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതോ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മൾ ഇടതിൽ ഇതേ ഇങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകും. പൊതുവേ നമ്മളിങ്ങനെ ബാക്ക്വേർഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാണ്ട് ഒന്നേന്ന് ആ ഒരു പാട്ട് റീസ്റ്റാർട്ട് ആണ് കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും കേൾക്കുന്നത്. നമ്മൾ വീണ്ടും ഒന്നുകൂടെ അങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് BTG ആൽഫയിൽ നിന്ന് ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. ഇൻഡോറിനകത്ത് അത്യാവശ്യം നല്ല സൗണ്ടോട് കൂടി പറയുന്നുണ്ട്. ഞാൻ നോർമലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു ഡ്യുവൽ മൈക്ക് വിത്ത് ENC ആണ് ആക്ച്വലി ഈ BTG ആൽഫയിലുള്ളത്. അതായത് ഓരോ ഇയർബഡിലും ഓരോ മൈക്ക് വീതേ ഉള്ളൂ. ഒരു കോളിംഗ് പേർപ്പസിന് നമ്മൾ BTG ആൽഫ വാങ്ങിച്ചാൽ അത് എന്തുമാത്രം വർത്ത് ബൈങ് ആകും. 1000 രൂപയ്ക്കുള്ളിൽ ഹാഫ് ഇൻ ഇയർ ഒരു കോളിംഗ് പേർപ്പസ് വാങ്ങിക്കുവാണെങ്കിൽ BTG വാങ്ങിച്ച വർത്ത് ബൈങ് ആവില്ലയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് വീട്ടിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞത് 10 മീറ്ററാണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനേ ചാൻസ് കുറവാണ്. 1 വർഷം വാറന്റി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 10 ദിവസം വാങ്ങിച്ച് 10 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ വാറന്റി കിട്ടാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇതിന്റെ ആ ഒരു വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. ഹാഫ് ഇൻ ഇയർ ആണെന്ന് വെച്ചിട്ട് പൊതുവെ ചോദിക്കുന്നതാണ് കുറേ കൂട്ടുകാർ. ഹാഫ് ഇൻ ഇയർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിൽ നിന്ന് അങ്ങോട്ട് ഊരിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നുള്ളത്. എന്നാൽ അങ്ങനെ ഒരിക്കലും പോകാൻ വഴിയില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഡിസൈൻ ഞാൻ പറഞ്ഞില്ല, ഒരു യുണീക്ക് ഡിസൈൻ ആണ് ആക്ച്വലി ഇതിലും. അതുപോലെ തന്നെ ഫയർ ബോൾട്ടിന് നമ്മുടെ 301 ANC ഒക്കെ തന്നെ നമ്മുടെ ചെവിയിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് കിട്ടി വെത്തില്ലേ, അതുപോലെ ഒരു ലോക്കായിട്ട് ചെവിയിൽ അങ്ങ് ഇരിക്കും. നമ്മൾ എത്ര ഇട്ട് തലയൊക്കെ ഇട്ട് കുലിക്കാലും എന്തൊക്കെ ചെയ്താലും ഉറപ്പായിട്ടും പോകത്തില്ല. നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇങ്ങനെ വീഡിയോയുടെ മുമ്പിൽ കാണിച്ചു തരാനായിട്ട്. അതുകൊണ്ടാണ് ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന സമയത്തും നിങ്ങൾക്കൊരു ഹാഫ് ഇൻ ഇയർ TWS തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു BTG ആൽഫയിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ചെവി പെയിൻ എടുക്കോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചെവിയിൽ വെക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടൊരു ഡിസ്കംഫർട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇതുവരെ 1 മണിക്കൂറോളം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് കുഴപ്പമില്ലായിരുന്നു. ഇനി നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഡിപ്പെൻസ് നമ്മുടെ ഇയറിന്റെ ആ ഒരു സൈസിനനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചെവി പെയിനും അതും ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇനി മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ SPC AAC കോഡൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ട് കേട്ടാൽ പോലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവത്തില്ല. അത് നമ്മൾ സംശയം വെക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ഞാൻ ഓൾറെഡി ഇവരുടെ ഈ ഒരു ഓവർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 13mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് എൻഹാൻസ്ഡ് ആയിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത്. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ ഫീൽ ചെയ്തത് ആദ്യമായിട്ടൊരു പാട്ട് കേട്ട സമയം ഞാൻ ആക്ച്വലി പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് ഒരു 70-80% മുകളിൽ ആ ഒരു വോളിയം കിടക്കുന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കുറയ്ക്കുന്ന സമയത്താണ് കണ്ടത് സംഭവം 50%. സോ ആ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ഹാഫ് ഇൻ ഇയർ ഇപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെയാണ് കേട്ടോ. കാരണം നോയ്സിന്റെ എയർബഡ്സ് മിനിയൊക്കെ ഇതുപോലെ 1000 രൂപയ്ക്കുള്ളിൽ പലപ്പോഴും ഓഫർ സമയങ്ങളിൽ കിട്ടാറുണ്ട്. ബിൽ ക്വാളിറ്റി വെച്ച് അത് ഓക്കെയാണ്. എന്നാൽ പോലും നമുക്ക് ആ ഒരു മ്യൂസിക്കിന്റെ ക്വാളിറ്റി വെച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു BTG ആൽഫ തന്നെയായിരിക്കും. ഡ്യൂറബിലിറ്റിയുടെ കാര്യവും ഞാൻ എന്താ പറയുക, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റത്തില്ല. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും അങ്ങോട്ട് പറയാൻ പറ്റത്തുള്ളൂ. ഏതായാലും മ്യൂസിക് എനിക്ക് വീണ്ടും പറയാനുള്ളത് ആ ഒരു പെർഫെക്റ്റ് തന്നെയാണ്. അതിൽ വേറൊരു സംശയവുമില്ല. ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് കേൾക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ നോർമൽ പാട്ടുകൾ കേൾക്കുമ്പോൾ പോലും ചെവിയിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് അങ്ങോട്ടൊരു കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നോർമൽ സോങ്ങുകളിലും ബേസ് അത്യാവശ്യം നല്ല ഡോമിനേറ്റഡ് ആയിട്ട് കിട്ടും. ഇത് ആര് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയും നിങ്ങൾക്ക് ഹാഫ് ഇൻ ഇയർ ആണ് വേണ്ടത്. കാരണം വെച്ചാൽ ഇൻ ഇയർ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്ന ഒരു ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും, പക്ഷേ ബേസ് ലെവറാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു BTG ആൽഫയിൽ പോകുന്നതിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഹാഫ് ഇൻ ഇയർ വേണം നിങ്ങളൊരു വോക്കൽ ലെവർ ആണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സാധനം തന്നെയാണ് ഈ ഒരു BTG ആൽഫ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെയിൻ സാധനം BTG അല്ലെങ്കിൽ ആ ഒരു ഗെയിമിംഗ് ഇയർബഡ് ഗെയിമിംഗ് TWS എന്ന് പറയുമ്പോഴത്തേക്ക്
ആ 40ms എന്തുമാത്രം വർക്കൗട്ട് ആവുന്നു എന്നോട് ചോദിക്കുവാണെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇന്റേണലിലും എക്സ്റ്റേണൽ പ്ലെയറിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഗെയിമിംഗ് മോഡ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ കാണുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഓഡിയോ വീഡിയോസ് നിങ്ങൾക്ക് പക്ക കിട്ടുന്നുണ്ട്. കൂടാതെ 40ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആക്കിയിട്ട് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ നിങ്ങൾ കഴിഞ്ഞ ആ ഒരു റിയൽമി ബഡ്സ് വയർലെസ് 2S വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40ms എന്നുള്ളതല്ല, നമ്മൾ 100ms ഇട്ടാലും ചെറിയൊരു ഡിലേ നമുക്ക് എവിടേക്കോ ഫീൽ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ഇത് 40ms ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കളിച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിലേ നമ്മൾ നല്ല രീതിക്ക് ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും. അതർവൈസ് നമ്മളൊരു നോർമൽ പ്ലെയർ ആണ്, നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിലാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ നോർമൽ പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കിത് വെച്ച് കളിക്കാൻ പറ്റുന്നുണ്ട്. അതിലൊന്നും വേറെ ഒരു സംശയമില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഈ ഒരു ഫയർ ബോൾട്ടിന്റെ 301 പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നമ്മൾ വോളിയം ഇടുമ്പോഴാണ് നമുക്ക് പബ്ജി അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിമുകൾ കളിക്കാൻ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ 100% ആവശ്യമില്ല. അതിന് 4 മണിക്കൂർ കിട്ടുള്ളായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ 100% ഗെയിം കളിക്കുമ്പോഴത്തേക്ക്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു 60 to 70% മതി, നമുക്ക് ഇനഫ് ആണ് ആ ഒരു സൗണ്ട് നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ട്രൂക്ക് BTG ആൽഫയെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 899 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും ഒരു ഹാഫ് ഇൻ ഇയർ ഗെയിമിംഗ് TWS വേണം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇൻ ഇയർ വേണം. പക്ഷേ 1000 രൂപയേ ഉള്ളൂ. 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മുടെ ബഡ്സ് P ഉണ്ട് കേട്ടോ. എന്നാൽ നിങ്ങളുടെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ, ഉറപ്പായിട്ടും നമുക്ക് പോവാം ഈ ഒരു ട്രൂക്കിന്റെ BTG ആൽഫയിലേക്ക്. ബിൽഡ് ക്വാളിറ്റി മാത്രമാണ് ഭയങ്കര ഒരു കംപ്ലൈന്റ് പറയാൻ പറ്റത്തില്ല. 899 രൂപയാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഈ ഒരു ട്രൂക്കിന്റെ BTG ആൽഫയുടെ ബിൽഡ് ക്വാളിറ്റിക്കും കുറ്റം പറയത്തില്ല. അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും ഗെയിം കളിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു സംഭവം, പിന്നെ മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് 899 രൂപയ്ക്ക് വർത്ത് ബൈങ് തന്നെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ BTG ആൽഫയെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.